തെരുവുനായ ശല്യത്തിനെതിരെ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF നടത്തിയ മാർച്ച് അക്രമാസക്തമായി. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറിയ സമരക്കാർ വരാന്തയിലെ ചെടിച്ചട്ടികൾ തല്ലിത്തകർത്തു. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട എഴുന്നള്ളത്ത് ഇന്ന്. ആറാട്ടോടെ ഉത്സവത്തിന് നാളെ സമാപനമാകും. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. തെരുവുനായ ശല്യത്തിനെതിരെ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF നടത്തിയ മാർച്ച് അക്രമാസക്തമായി. ഗേറ്റ് തള്ളിത്തുറന്ന് അകത്ത് കയറിയ സമരക്കാർ വരാന്തയിലെ 6 ചെടിച്ചട്ടികൾ തല്ലിത്തകർക്കുകയും കസേര നിരത്തിട്ടടിക്കുകയും ചെയ്തു. 50ഓളം പേരാണ് പോലീസിനെ അവഗണിച്ച് ഓഫീസിലേക്ക് തള്ളിക്കയറിയത്. ചെയർമാന്റെ ചേംബറിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് നഗരസഭാ കവാടത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വിവരമറിഞ്ഞ് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി. LDF നടത്തിയ അതിക്രമത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചില കൗൺസിലർമാരെ തട്ടിക്കൊണ്ടുപോയി ചാലക്കുടിയിലെ അധികം മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന രീതിയിലാണ് ഇന്ന് നഗരസഭയിലെ ഒരു പ്രതിഷേധ സമരം ഇവിടെ നമ്മൾ കാണാനായിട്ടാണ് വന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്തെ പൊതുമുതലൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജീവനക്കാരെയും ഇവിടെ വന്നിട്ടുള്ള പൊതുജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ, ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ, ഇവിടുത്തെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഒരു പ്രതിഷേധ മുറയാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാനായിട്ടാണ് വന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ അതിൻ്റെതായ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. തൃശൂർ കോർപ്പറേഷന് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അണ്ടർഗ്രൌണ്ടിലെ പാർക്കിംഗ് ഏരിയയിൽ സെപ്റ്റിക് മാലിന്യമടക്കമുള്ള മലിനജലവും അഴുക്കും കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്നത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ശുചീകരണ തൊഴിലാളികൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കെട്ടിക്കിടന്ന മലിനജലം പമ്പ് ചെയ്ത് നീക്കി ശുചീകരിച്ചത്. ഇതോടെ പ്രദേശത്തെ ദുർഗന്ധത്തിന് താൽക്കാലിക പരിഹാരമായി. എന്നാൽ ബിൽഡിംഗിന്റെ ശോചനീയാവസ്ഥയിലും പാർക്കിംഗ് പ്രശ്നവും പരിഹരിക്കാനുള്ള നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട എഴുന്നള്ളത്ത് ഇന്ന്. ക്ഷേത്ര ഗോപുരം വിട്ട് ഭഗവാൻ ഉത്സവത്തോടനുബന്ധിച്ച് ആദ്യമായി പുറത്തേക്കിറങ്ങുന്നത് പള്ളിവേട്ടയ്ക്കാണ്. കിഴക്കേ ഗോപുരനടയിൽ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകും. അത്താഴപൂജയ്ക്ക് ആവാഹിച്ചെഴുന്നള്ളിച്ച് ശ്രീഭൂതബലി കഴിഞ്ഞാൽ കൊടിമര ചുവട്ടിൽ വെച്ച് ദേവന്റെ അനുവാദം വാങ്ങി പള്ളിവേട്ടയ്ക്ക് പാണികൊട്ടും. പള്ളിവേട്ട എഴുന്നള്ളത്തിന് മുന്നോടിയായി ചമയങ്ങളില്ലാത്ത ആനയെ മുൻപിൽ നടത്തും. കിഴക്കേ പള്ളിവേട്ട ആൽത്തറക്കിലാണ് നടക്കുന്നത്. പന്നിയുടെ കോലം കെട്ടി ഉണ്ടാക്കി അതിൽ അമ്പെയ്ത് കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. മുളയത്ത് നായർക്കാണ് അമ്പെയ്യാനുള്ള അവകാശം. കൊറ്റായിൽ നായർ പന്നിയെ ചുമക്കും. തിരിച്ചെഴുന്നള്ളതിനോടനുബന്ധിച്ച് പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ നടക്കും. നാളെ ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ ഈ വർഷത്തെ അവസാന ശീവേലി നടന്നു. വൻ ഭക്തജന തിരക്കാണ് ശീവേലി ദർശിക്കാൻ അനുഭവപ്പെട്ടത്. ശീവേലി അവസാനിക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് 8 ദിനരാത്രങ്ങളായി നടക്കുന്ന പഞ്ചാരി മേളത്തിനും പരിസമാപ്തിയാകും. രാവിലെ നടന്ന ശീവേലിക്ക് കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണികത്വത്തിലായിരുന്നു പഞ്ചാരിമേളം അരങ്ങേറിയത്. രാത്രി ക്ഷേത്രത്തിൽ പള്ളിവേട്ട ചടങ്ങ് നടക്കും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീരാമ പട്ടാഭിഷേകം ഭക്തർക്ക് വേറിട്ട അനുഭവമായി. കൂടൽമാണിക്യം ഉത്സവത്തിന്റെ ഭാഗമായി 2ാം ഉത്സവ നാൾ മുതൽ വലിയ വിളക്ക് വരെ അവതരിപ്പിക്കുന്ന കഥകളിയിൽ ഭക്തിയും ആസ്വാദനവും നൽകുന്ന കഥയാണ് വലിയ വിളക്ക് നാളിലെ ശ്രീരാമ പട്ടാഭിഷേകം.
കഥകളി കൂടൽമാണിക്യം ഉത്സവവുമായി ബന്ധപ്പെട്ട് 100-ലേറെ വർഷത്തെ പഴക്കമുണ്ട് പട്ടാഭിഷേകം കഥകളിക്ക്. കൂടൽമാണിക്യം ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാമായണ കഥാസന്ദർഭം ആട്ടക്കഥയാക്കിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കൃതിയാണ് ശ്രീരാമ പട്ടാഭിഷേകം. വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചെത്തേണ്ട ശ്രീരാമാദികളെ കാണാഞ്ഞ് അഗ്നിപ്രവേശനത്തിനൊരുങ്ങുന്ന ഭരതന്റെ അടുത്ത് ശ്രീരാമന്റെ ആഗമന വാർത്ത ഹനുമാൻ അറിയിക്കുന്നതും ഭരതൻ സന്തുഷ്ടചിത്തനായി നിൽക്കുന്നതുമാണ് രാമായണത്തിൽ വിവരിച്ചിരിക്കുന്നത്. അങ്ങനെ സന്തുഷ്ടചിത്തനായിരിക്കുന്ന ഭരതനാണ് ശ്രീ കൂടൽമാണിക്യം പ്രതിഷ്ഠ. ഹനുമാന്റെ രംഗപ്രവേശം വെളിവാക്കുന്ന ശ്രീകോവിലിന്റെ തെക്കുഭാഗത്തുള്ള തിടപ്പള്ളിയിലെ ഹനുമാൻ സങ്കല്പവും ഇതിനോട് ചേർന്നു പോകുന്നതാണ്. പടിഞ്ഞാറെ നടപ്പുറയിൽ മേളം കഴിഞ്ഞാൽ സ്പെഷ്യൽ പന്തലിൽ പട്ടാഭിഷേകത്തിനായി വിളക്ക് കൊളുത്തും. പച്ച, കത്തി, കരി, താടി, മിനുക്ക് തുടങ്ങി കഥകളിയിലെ എല്ലാ വേഷങ്ങളും പട്ടാഭിഷേകത്തിന്റെ ഭാഗമായി അരങ്ങത്തെത്തും. ശ്രീരാമന്റെ പട്ടാഭിഷേകം ദർശിക്കാനും നേദ്യം സ്വീകരിക്കുവാനും ഭക്തജനങ്ങൾക്ക് ഈ അവതരണത്തിൽ സന്ദർഭമുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം വലിയ വിളക്ക് എഴുന്നള്ളിപ്പിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. നന്ദിക്കര സ്വദേശികളായ തേവർമഠത്തിൽ വീട്ടിൽ ഗോപകുമാർ, കിഴുത്താണി വീട്ടിൽ അഭിജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് പുലർച്ചെ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ വലിയ വിളക്ക് എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ പ്രതികൾ മേളക്കാരെയും ഭക്തജനങ്ങളെയും ശല്യം ചെയ്യുന്നത് കണ്ട് തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഉമേഷ് കൃഷ്ണൻ, മാള പോലീസ് സ്റ്റേഷനിലെ ഹരികൃഷ്ണൻ എന്നിവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ കൂടി എത്തി പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി. മഴയ്ക്ക് മുന്നേ നിർമ്മാണ പ്രവൃത്തികൾ അവസാനിക്കില്ല. തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്ര കൂടുതൽ ദുസ്സഹമാകും. നിലവിൽ ഈ റൂട്ടിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പുഴയ്ക്കലിലും പൂങ്കുന്നത്തുമാണ് ഏറെ കുരുക്ക് അനുഭവപ്പെടുന്നത്. ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയായിട്ടില്ല. മഴ ശക്തമായാൽ റോഡ് സഞ്ചാരയോഗ്യമല്ലാതാകും. കുരുക്ക് നിയന്ത്രിക്കാൻ മതിയായ പോലീസിനെ നിയോഗിച്ചിട്ടില്ല. ശോഭ സിറ്റിയിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടാൻ ഈ ഭാഗത്ത് ട്രാഫിക് പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. ദേശീയപാതകളിലെ കുരുക്ക് ഒഴിവാക്കാൻ കൂടുതൽ തീവണ്ടി സൗകര്യം ഒരുക്കണമെന്ന് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തൃശൂർ എറണാകുളം ദേശീയപാതയിലും സംസ്ഥാന പാതകളായ കൊടുങ്ങല്ലൂർ, ഷൊർണൂർ, കുറ്റിപ്പുറം, തൃശൂർ എന്നിവിടങ്ങളിലും നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡ് ഗതാഗതത്തെ അക്ഷരാർത്ഥത്തിൽ കുരുക്കിലാക്കിയിരിക്കുകയാണ്. പണികൾ പൂർത്തിയാകാൻ നിരവധി മാസങ്ങളെടുത്തേക്കും. മഴക്കാലവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേനലവധിക്ക് ശേഷം തുറക്കുന്നതും നിരത്തിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. ഈ സാഹചര്യത്തിൽ തീവണ്ടികളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന വർദ്ധിച്ച തിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത. അതിനാൽ തൃശൂർ എറണാകുളം മേഖലയിലെ തീവണ്ടി യാത്രാ സൗകര്യം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്ന് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. കടങ്ങോട് അരിക്കാട്ടുകുണ്ടിയിൽ പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. അരിക്കാട്ടിൽ വിനോദിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് തകർന്നത്. കാറ്റിൽ വീടിന് തൊട്ടടുത്ത് നിന്നിരുന്ന മരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂരയും ഒരു വശവും പൂർണ്ണമായും തകർന്നു. വീട് തീർത്തും വാസയോഗ്യമല്ലാതായി. വിനോദ് മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇന്നലെ വിനോദ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് അംഗം ബീന രമേശ് സ്ഥലം സന്ദർശിച്ചു. കടലിൽ അപകടത്തിൽപ്പെട്ട അച്ഛനും മക്കൾക്കും പോലീസ് രക്ഷകരായി. അഴീക്കോട് മുനക്കൽ ബീച്ച് സമ്മർ ഫെസ്റ്റ് കാണാനെത്തി കടലിൽ അകപ്പെട്ട അച്ഛനും മക്കൾക്കുമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും കോസ്റ്റൽ വാർഡന്റെയും സംയോജിതമായ ഇടപെടൽ തുണയായത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. അച്ഛനും 6ഉം 2ഉം വയസ്സുള്ള കുട്ടികളുമാണ് കടലിലിറങ്ങി അപകടത്തിൽപ്പെട്ടത്. ഗ്രേഡ് SI രഞ്ജിത്ത്, ASI സിന്ധു ജോസഫ്, കോസ്റ്റൽ വാർഡൻ ജോൺസൺ ആന്റണി, ഗ്രേഡ് CPO ശരത് ബാബു, അനിൽ, CPO അൻസൽ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മരത്താക്കരയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. തൈക്കാട്ടുശ്ശേരി സ്വദേശി മുണ്ടാടൻ വീട്ടിൽ ഡാനി, കണ്ണാറ സ്വദേശി കൊരടൻ വീട്ടിൽ സിജു എന്നിവർക്കാണ് പരിക്ക്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, KUTA തൃശൂർ ജില്ലാ പ്രസിഡന്റ് AK സീനത്തിന് നൽകി നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PP ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. MA ദിൽഷാദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി EV ബിൻസി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് C അബ്ദുൾ റസാഖ്, സംസ്ഥാന സെക്രട്ടറി KK ജിജി, ജില്ലാ ട്രഷറർ AG ഗാഡിന, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് K അബ്ദുൾ അസീസ്, തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് VM രജനി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിച്ചിരുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി പഴയ കൊച്ചിൻ പാലം പൊളിച്ചു നീക്കാൻ നടപടിയായി.
110 വർഷം മുമ്പ് നിർമ്മിച്ച തകർന്നു കിടക്കുന്ന പഴയ കൊച്ചിൻ പാലമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നതിന് ഉത്തരവായിട്ടുള്ളത്. പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ അടിയന്തരമായി അവ നീക്കം ചെയ്യണമെന്ന് UR പ്രദീപ് MLA സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്ത് പാലം പൊളിച്ചു നീക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 മാസം മുമ്പ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നിബന്ധനകൾക്ക് വിധേയമായി പാലം പൊളിച്ചു നീക്കുന്നതിനായി സർക്കാർ ഉത്തരവായിരിക്കുന്നത്. പാലം പൊളിച്ചു നീക്കുന്ന പ്രവൃത്തി നിർവഹിക്കുന്നതിന്റെ ചുമതല പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നൽകിക്കൊണ്ടാണ് ഉത്തരവ്. എന്നാൽ പാലം സംരക്ഷിക്കണമെന്ന് അറിയിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷാനവാസ് പറഞ്ഞു. 110 വർഷം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു പാലമാണ് കൊച്ചിൻ പാലം. അതിൻ്റെ തുടക്കകാലത്ത് തന്നെ അത് തകരുമെന്ന സ്ഥിതി വന്നപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവൺമെൻറ് പിന്നോട്ട് പോയില്ല. ആ പിന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്രമാത്രം തകർച്ച നേരിട്ടത്. അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇങ്ങനെയുള്ള സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ 100 വർഷം കടന്നു പോകുന്ന സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്മാരകങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് പോയത് ശരിയായ നടപടിയല്ല. TCV ന്യൂസ് ചെറുതുരുത്തി. പഴഞ്ഞ റോഡ് വഴി സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ദീർഘദൂര ബസ്സുകളുടെ അമിത വേഗം കാരണം പൊറുതിമുട്ടിയ നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. സംസ്ഥാന പാതയിലെ ഗതാഗത തടസ്സം മൂലം വഴിതിരിഞ്ഞു വരുന്ന വാഹനങ്ങളാണ് ഗ്രാമീണ റോഡുകളിൽ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 2 മണിക്കൂറോളം നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് ജീവനക്കാരെ താക്കീത് ചെയ്തു. സംസ്ഥാനപാത നവീകരണം നടക്കുന്നതിനാൽ അക്കിക്കാവ് മുതൽ കുന്നംകുളം വരെ കടുത്ത ഗതാഗത കുരുക്കുണ്ട്. ഇത് മറികടക്കാൻ അക്കിക്കാവ് പഴഞ്ഞി റോഡ് വഴി പോകുന്ന ബസ്സുകൾ മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ റോഡിലൂടെ ചീറിപ്പാഞ്ഞെത്തുന്ന ബസ്സുകൾ ചെറിയ വാഹനങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കേരള ജ്യോതിഷ പരിഷത്ത് കേന്ദ്ര സമിതിയുടെ 53ാം വാർഷിക പൊതുസമ്മേളനവും AVS പണിക്കർ സ്മാരക ദൈവജ്ഞ പുരസ്കാര സമർപ്പണവും വിവിധ പരിപാടികളോടെ തൃശൂരിൽ നടന്നു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ജ്യോതിഷാചാര്യ പത്മനാഭ ശർമ്മയ്ക്ക് സ്വാമിനി ശിവാനന്ദപുരി ദൈവജ്ഞ പുരസ്കാരം സമർപ്പിച്ചു. ദേവി പ്രസാദ് തെക്കേടത്ത്, ശിവദാസ് നെല്ലങ്കര എന്നിവർക്ക് ജ്യോതിഷാചാര്യ ബിരുദദാനം സംഗീത സംവിധായകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും തിരക്കഥാകൃത്ത് SN സ്വാമിയും ചേർന്ന് നിർവഹിച്ചു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ, ജ്യോതിഷ പരിഷത്ത് ജനറൽ സെക്രട്ടറി കോനഴി സുരേന്ദ്ര പണിക്കർ, വൈസ് പ്രസിഡന്റ് KA നാരായണൻ, സെക്രട്ടറി ഉണ്ണിരാജൻ കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജ്യോതിഷ പരിഷത്ത് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിലെ മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി ദാമോദരൻ ട്രസ്റ്റിന്റെ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കിയെന്നും ട്രസ്റ്റ് അംഗങ്ങളെ ക്ഷേത്രത്തിൽ കയറാൻ അനുവദിക്കുന്നില്ലെന്നും ആരോപണം. തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. ഏകപക്ഷീയമായി മാനേജിംഗ് ട്രസ്റ്റിയെ സഹായിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്നും റൂറൽ SP 10 ലക്ഷം രൂപ വാങ്ങിയെന്ന മാധ്യമ വാർത്ത ശരിവെക്കുന്നതാണ് പോലീസിന്റെ പ്രവൃത്തികളെന്നും ട്രസ്റ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വാർത്താ സമ്മേളനം നടത്തരുതെന്ന് SP ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതായും ഇവർ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ വരുമാനം മുഴുവൻ മാനേജിംഗ് ട്രസ്റ്റി സ്വന്തം അക്കൗണ്ടിൽ സ്വീകരിച്ച് തന്നിഷ്ടപ്രകാരം ഉപയോഗിച്ചു വരികയാണ്. ക്ഷേത്രഭരണം മരുമക്കൾക്ക് നൽകാനുള്ള ശ്രമങ്ങൾ തടഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. മരുമക്കൾക്ക് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ കടക്കാൻ പാടില്ലെന്ന് ഇഞ്ചക്ഷൻ ഓർഡർ നിലനിൽക്കുന്നുണ്ട്. ഗുണ്ടകളെ ഉപയോഗിച്ച് പോലീസ് സഹായത്തോടെ ട്രസ്റ്റ് അംഗങ്ങളെ ക്ഷേത്രത്തിൽ കയറാൻ അനുവദിക്കുന്നില്ലെന്ന് ഇവർ പറഞ്ഞു. റൂറൽ SP 10 ലക്ഷം രൂപ വാങ്ങിയെന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതായും ട്രസ്റ്റ് അംഗമായ തന്റെ മൊഴിയെടുത്തതായും ശ്രീരാഗ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് അംഗങ്ങളായ KD ദേവദാസ്, KD വേണുഗോപാൽ, KD സ്വാമിനാഥൻ, ശ്രീരാഗ് കാശിനാഥൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. വെങ്കിടങ്ങ് സ്വദേശികളായ സഹോദരന്മാരെ കാപ്പ ചുമത്തി നാടുകടത്തി. മേച്ചേരിപ്പടി ഉള്ളന്നൂർമന സ്വദേശികളായ മരുതുവീട്ടിൽ വിപിൻ, വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റേഞ്ച് DIGയുടെ കാപ്പ ഉത്തരവ് പ്രകാരം 6 മാസത്തേക്ക് പാവറട്ടി പോലീസ് നാടുകടത്തിയത്. ഇരുവരും പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. ജ്യോതിഷ സംവാദത്തിന്റെയും ഡോക്ടർ TIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അസ്ട്രോളജിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 27ാമത് സംസ്ഥാന സാംസ്കാരിക സമ്മേളനവും ജ്യോതിഷ ചർച്ചാ സെമിനാറും സംഘടിപ്പിച്ചു. പാറമേക്കാവ് ദേവസ്വം ഹാളിൽ നടന്ന സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു.
അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടി വി ചന്ദ്രമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. ജ്യോതിഷ സംവാദം പ്രസിഡന്റ് കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, മുൻ മേയർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രകാര്യങ്ങളിൽ ദേവപ്രശ്നത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ നിരവധി പ്രശസ്ത ജ്യോതിഷ പണ്ഡിതന്മാർ പങ്കെടുത്തു. നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കെപിസിസി സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ഷൈജു സായ്റാം, കെ.ആർ. ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതനായിരുന്ന ചെത്തല്ലൂർ കൃഷ്ണൻകുട്ടി ഗുപ്തന്റെ അനുസ്മരണാർത്ഥം തയ്യാറാക്കിയ വരാഹമിഹിരൻ കഥകളിയുടെ രണ്ടാം അരങ്ങും ഹോരാശാസ്ത്ര സംവാദവും ഈ മാസം 26-ന് ഗുരുവായൂരിൽ നടക്കുന്നു. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണഗീതി ഹാളിൽ നടത്തുന്ന സെമിനാർ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാത്രി 7 മുതൽ 9:30 വരെ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വരാഹമിഹിരൻ കഥകളി രണ്ടാം ഭാഗം അരങ്ങേറും. കോഴിക്കോട് കുരുവട്ടൂർ നാട്ടുകലാക്ഷേത്രത്തിലെ വിഷ്ണുപ്രിയയാണ് അവതരണം. കലാമണ്ഡലം കേശവൻ നമ്പൂതിരിയാണ് കഥകളിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെത്തല്ലൂർ വിജയകുമാർ, മണ്ണാർക്കാട് വാമനൻ നമ്പൂതിരി, കാണിപ്പയ്യൂർ രാജഗോപാലൻ, നാഗലശ്ശേരി വേണുഗോപാൽ, ഹരിദേവ് പണിക്കർ എന്നിവർ പങ്കെടുത്തു. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 22ാം സംസ്ഥാന സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സേവർ ചിറ്റിലപ്പള്ളി എം.എൽ.എ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ എം.കെ. കണ്ണൻ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എ.പി. ജോസ്, കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി. ഉണ്ണികൃഷ്ണൻ, വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബി. രാഗേഷ്, കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇ.എസ്. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആ നിലയിൽ ജീവിത സായന്തനത്തിൽ എത്തിച്ച കുടുംബത്തെയും ഒക്കെ പരിപാലിച്ചു പോന്നവർക്ക് ജീവിത സായന്തനത്തിൽ എല്ലാവരുമുള്ള സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നീയമായ കാഴ്ചപ്പാടാണ്. പക്ഷേ പുത്തൻ സഹോദരങ്ങളുടെ പുസ്തക പ്രകാശനം ഒരേ വേദിയിൽ നടന്നു. എഴുത്തുകാരിയും അധ്യാപികയുമായ റീബ പോളിന്റെയും വൈദികനായ സഹോദരൻ ഫാദർ ആർ.വി. കപ്പൂച്ചിന്റെയും പുസ്തകങ്ങളാണ് ചിറനല്ലൂർ കലാഗൃഹത്തിൽ പ്രകാശനം ചെയ്തത്. കവി ഡോക്ടർ സി. രാവുണ്ണി, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, ഫാദർ ഡോക്ടർ ജെയ്സൺ കാളൻ, കപ്പുച്ചിൻ, ഡോക്ടർ എം.എൻ. വിനയകുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. SNDP യോഗം നാട്ടിക യൂണിയൻ വനിതാ സംഘവും ബാലജന യോഗവും സംയുക്തമായി നടത്തിയ കലോത്സവം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുദീപ് അധ്യക്ഷത വഹിച്ചു. വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി സംഗീത വിശ്വനാഥനെ ചടങ്ങിൽ ആദരിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് മോഹനൻ കണ്ണമ്പള്ളി, യൂണിയൻ ഭാരവാഹികളായ പ്രകാശ് കടവിൽ, ജയന്തൻ പുത്തൂർ, നാരായണദാസ്, ദീപൻ, ഗണേശൻ, ബിനോയ് പണപറമ്പിൽ, തുഷാർ ഇല്ലിക്കൽ, നരേന്ദ്രൻ തയ്യിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ സംഘടിപ്പിച്ച ബാലവേദി ഏകദിന ക്യാമ്പ് നോവലിസ്റ്റ് വി.എം. ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് വി. മുരളി അധ്യക്ഷനായി. സേവർ ചിറ്റിലപ്പള്ളി എം.എൽ.എ, പ്രധാന അധ്യാപിക ഷീന, ലൈബ്രറി സെക്രട്ടറി ജി. സത്യൻ, ഗായത്രി ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് സ്റ്റുഡന്റ് മാർക്കറ്റ് ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് ബാങ്ക് ഹെഡ് ഓഫീസിൽ സ്റ്റുഡന്റ് മാർക്കറ്റ് ആരംഭിച്ചത്. കടങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ മണി, ലളിത ഗോപി, പഞ്ചായത്ത് മെമ്പർ മൈമുന ബഷബീർ, ബാങ്ക് സെക്രട്ടറി PS പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ഏനാമാക്കൽ പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറമുത്തിയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം തിരുനാൾ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. കോഞ്ചിറ ട്രസ്റ്റി CJ ജോർജൻ, ഇടവക ട്രസ്റ്റി ലിയോ ഡിക്രൂസ്, ജനറൽ കൺവീനർ KP ജോസഫ്, പന്തൽ കമ്മിറ്റി കൺവീനർ ജോസഫ് ആറ്റ്ലി, ഊട്ട് കമ്മിറ്റി കൺവീനർ ബിജോയ് പെരുമാട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
24, 25 തീയതികളിലാണ് തിരുനാൾ. കയ്പമംഗലം കൂരിക്കുഴി സഹോദര കലാസമിതി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സഹോദര കലാസമിതി പ്രസിഡന്റ് P.A. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പഞ്ചായത്ത് അംഗങ്ങളായ P.A. സൈനുൽ ആബിദീൻ, മിനി അരയങ്ങാട്ടിൽ, സഹോദര കലാസമിതി സെക്രട്ടറി K.N. പ്രകാശൻ, ട്രഷറർ ടിൻഡു, സിനിമ സീരിയൽ താരം ഷൈജൻ, ശ്രീവത്സം തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ദിൽഷാദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. നാടിൻ്റെ ഒരു ആവശ്യം പ്രധാനപ്പെട്ടതാണ്. നാട് ഇങ്ങനെ പറയും, ആളുകൾ പറയുന്നു ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം നിൽക്കാൻ സന്തോഷമേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ശതോത്തര സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പാവറട്ടി വിശുദ്ധ ഔസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിന്റെ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരിയാണ് ലോഗോ പ്രകാശനം നിർവഹിച്ചത്. ലോഗോ രൂപകൽപ്പന ചെയ്ത ലിജോ വടക്കൂട്ടിന് പുരസ്കാരം നൽകി ആദരിച്ചു. സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, മാനേജിംഗ് ട്രസ്റ്റി O.J. ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, K.J. വിൽസൺ നീലങ്കാവിൽ, കുടുംബ കൂട്ടായ്മ ഏകോപന സമിതി കൺവീനർ സേവ്യർ അറക്കൽ, പ്രതിനിധി യോഗം സെക്രട്ടറി ജോബി ഡേവിഡ്, ഭക്തസംഘടനാ ഏകോപന സമിതി കൺവീനർ C.V. സേവ്യർ, PRO റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. തളി നെഹ്റു സ്മാരക വായനശാലയുടെ കീഴിലുള്ള ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നാടകക്കളരി സംഘടിപ്പിച്ചു. കുട്ടികൾക്കായി നടന്ന നാടകക്കളരിക്ക് അസീസ് പെരിങ്ങോട് നേതൃത്വം നൽകി. വായനശാല സെക്രട്ടറി C.K. വിനോദ്, വൈസ് പ്രസിഡന്റ് P.A. ഹമീദ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി പൂഴിക്കുളത്തിന്റെ നവീകരണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുളം നവീകരിക്കുന്നത്. ജലാശയം സംരക്ഷിക്കുന്നതിനായി 2 ഘട്ടങ്ങളിലായിട്ടാണ് ഫണ്ട് അനുവദിച്ചത്. മണ്ണെടുത്ത് ആഴം വർദ്ധിപ്പിക്കുക, വശങ്ങൾ കെട്ടി സംരക്ഷിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ് എന്നിവരുടെ അഭ്യർത്ഥന പ്രകാരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഫണ്ട് അനുവദിച്ചു. ചൊക്കന എസ്റ്റേറ്റ് മൈതാനിയിൽ സ്ഥാപിച്ച ഫ്ലഡ് ലൈറ്റുകൾ സ്വിച്ച് ഓൺ ചെയ്തു. 3 പതിറ്റാണ്ട് മുൻപ് വരെ സജീവമായിരുന്ന എസ്റ്റേറ്റ് മൈതാനത്തേക്ക് ഫുട്ബോൾ ആവേശം തിരിച്ചെത്തിച്ചു. ഏതാനും പേരുടെ കൂട്ടായ്മയോടെയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പുതുതലമുറ നശിച്ചു പോകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയായാണ് ഫുട്ബോളിനെ ഈ നാട് വീണ്ടും നെഞ്ചേറ്റുന്നത്. ഹാരിസൺ എസ്റ്റേറ്റ് അധികൃതരും തോട്ടം തൊഴിലാളികളും പിന്തുണച്ചതോടെ ചൊക്കന എസ്റ്റേറ്റ് മൈതാനം ഉണർന്നു. ഫുട്ബോൾ പ്രേമികളുടെ സഹായത്തോടെ മൈതാനം ഫ്ലഡിറ്റാക്കാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. എസ്റ്റേറ്റ് മൈതാനത്ത് സ്ഥാപിച്ച ഫ്ലഡ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം അനൂപ് ത്യാഗരാജ് നിർവഹിച്ചു. മുഹമ്മദ് അലി മാട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു. സുധീർ വെള്ളിക്കുളങ്ങര, E.H. സഹീർ, ജോബിൾ വടാശ്ശേരി, K.H. മുഹമ്മദ് അലി, P.A. മൂസ, ബെന്നി എന്നിവരും സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 2ാം വാർഡ് മെമ്പർ സുമയ്യ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ, വനിതാ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ജാസ്മിൻ നിഷാദ്, 1ാം വാർഡ് മെമ്പർ ഓമന സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ ഈ വർഷത്തെ മാധവിക്കുട്ടി പുരസ്കാരത്തിന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അർഹനായി. മലയാള സാഹിത്യ മേഖലയ്ക്ക് സുഭാഷ് ചന്ദ്രൻ നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂണിൽ പുന്നയൂർകുളത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര നിർണയ കമ്മിറ്റി വൈസ് ചെയർമാനും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ C.P. അബൂബക്കർ, പുന്നയൂർകുളം സാഹിത്യ സമിതി പ്രസിഡന്റ് K.B. സുകുമാരൻ, സെക്രട്ടറി ഉമ്മർ അറക്കൽ, ജൂറി അംഗം മോഹൻ ബാബു തെക്കേപ്പാട്ട്, വൈസ് പ്രസിഡന്റ് T.M. ഡെറിപോൾ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിനായി കുറുക്കൻപാറയിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. AC മൊയ്തീൻ MLA നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിച്ചു. സെപ്റ്റംബറോടെ മുഴുവൻ പ്രവൃത്തികളും പൂർത്തിയാക്കാനാകും എന്ന് MLA അറിയിച്ചു. കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ കുറുക്കൻപാറയിൽ 4 ഏക്കർ സ്ഥലത്താണ് നവീന രീതിയിലുള്ള താലൂക്ക് ആസ്ഥാന മന്ദിരം പണിയുന്നത്. 37,000 ചതുരശ്ര അടിയിൽ 5 നിലകളിലാണ് താലൂക്ക് മന്ദിരം. പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനം ക്ഷേത്ര പരിസരത്ത് ക്രമസമാധാനം പരിപാലിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പെരിങ്ങോട്ടുകര സ്വദേശികളായ കരേപ്പറമ്പിൽ വീട്ടിൽ സ്മിത്ത്, നെല്ലിപ്പറമ്പിൽ വീട്ടിൽ നിതിൻ, നടുവിൽത്തറ വീട്ടിൽ പ്രരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർ KS സുബിന്ദ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ 8ാം തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ വിൽജോ നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ലിവിൻ ചൂണ്ടൽ സഹകാർമ്മികനാകും. വൈകിട്ട് 5-നും 6-നും ദിവ്യബലി ഉണ്ടായിരിക്കും. തുടർന്ന് തെക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമരുന്ന് കലാപ്രകടനം അരങ്ങേറും. വൈകിട്ട് 8-ന് തെക്ക് സൌഹൃദവേദി ഒരുക്കുന്ന ബാൻഡ് വാദ്യ മത്സരവും ഉണ്ടായിരിക്കുമെന്ന് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ അറിയിച്ചു. അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷത്തിന് മാളയിൽ തുടക്കം. 2 ദിവസങ്ങളിലായി നടക്കുന്ന ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ യദു കൃഷ്ണൻ, PD ജോസ്, TK സന്തോഷ് എന്നിവർ സംസാരിച്ചു. കേരള വിനോദസഞ്ചാര വകുപ്പ് മുസ്ലിം പൈതൃക പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ മാള ജൂത സിനഗോഗിലാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഭാഗമായിട്ട് തന്നെ മാതൃകയായിട്ടുള്ള തിരുവല്ലോമല പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടന്നു. പഞ്ചായത്ത് അംഗം രജിത ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ ശല്യത്തിനെതിരെ ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിലേക്ക് LDF നടത്തിയ മാർച്ച് അക്രമാസക്തമായി. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറിയ സമരക്കാർ വരാന്തയിലെ ചെടിച്ചട്ടികൾ തല്ലി തകർത്തു. തൃശൂർ കോർപ്പറേഷന്റെ നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാലിന്യ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചു. പാർക്കിംഗ് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായില്ല. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട എഴുന്നള്ളത്ത് ഇന്ന്. ആറാട്ടോടെ ഉത്സവത്തിന് നാളെ സമാപനമാകും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.